എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ന്യൂ ഇയർ ആയിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇട്ടോളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്, ഒട്ടും പാടില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഈസി ടേസ്റ്റി കടുമാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പച്ചമാങ്ങ വേണം. മീഡിയം സൈസിലുള്ള 2 പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വളഞ്ഞ മാങ്ങ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മാങ്ങ ചെറുതായിട്ടൊന്ന് വിളഞ്ഞതാണ്. ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കനം കുറച്ച് നീളത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു മണിക്കൂറൊക്കെ മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അച്ചാറിടാനായിട്ട് മാങ്ങയുടെ തൊലി ചെത്തുമ്പോൾ നമ്മൾ ഒരുപാട് കനത്തിൽ ചെത്തി കളയരുത്. ആ ഒരു ജസ്റ്റ് പുറംതൊലി മാത്രം ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞാൽ മതിയാകും. ഇനി നമുക്ക് അച്ചാറിടാം. അതിനായിട്ട് ഇടുന്ന പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ജിഞ്ചല്ലി ഓയിൽ. അച്ചാറിടാൻ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാവുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒന്ന് തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുക. മാങ്ങ മിക്സ് ചെയ്ത ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എത്രയാണോ നിങ്ങൾക്ക് അച്ചാറിന് ലൂസ് വേണ്ടത് അത്രയും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മാങ്ങയിൽ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഊർന്ന് വന്ന് അച്ചാറൊന്നും കൂടി ലൂസായി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിനാണിത് ലൂസാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടപ്പോൾ എടുത്ത വീഡിയോ ആണ്. അതിനുശേഷവും ഇത് തീർന്നത് കാരണം ഞാൻ 2 പ്രാവശ്യം ഇട്ട് റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ കസിൻസ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവർക്ക് ഞാനിത് ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്തപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു അച്ചാറാണ്. അപ്പോൾ ബിരിയാണി ആണെങ്കിലും സദ്യ ആണെങ്കിലും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാകാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ന്യൂ ഇയർ. ബൈ.